ഹലോ വാട്ട്സ്ആപ്പ് ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മുടെ മാസ് ഇൻട്രോ ആയിരുന്നു. അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ ഒരു പുതിയ വീഡിയോ എന്താണെന്ന് വെച്ചാൽ സ്റ്റണ്ടാണ്. നമ്മൾ ഇന്ന് അതാണ് ചെയ്യാൻ പോകുന്നത്. സ്റ്റണ്ടാണ്. എന്ത് സ്റ്റണ്ടാണെന്ന് വെച്ചാൽ ഡ്രിഫ്റ്റാണ്. അപ്പോൾ ഡ്രിഫ്റ്റിനെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ അറിയാവുന്നവർക്ക് ഈസി ആയിരിക്കും, പക്ഷേ അറിയാത്ത ബിഗിനേഴ്സിന്, സ്റ്റണ്ട് ബിഗിനേഴ്സിന് ഈസി അല്ല. അപ്പോൾ സെക്കൻഡ് ഈസി ആയിട്ടുള്ള സ്റ്റണ്ടാണ്. അപ്പോൾ ഇതിന് വേണ്ട സാധനം ഗ്ലൗസ്, പിന്നെ ഫുൾ പാൻറ്റ്, ഫുൾ കൈയുള്ള ഇതാണ്ടോ അങ്ങനത്തെ, അതാണ് ഫുൾ ഞാൻ പറയുന്നില്ല. അപ്പോൾ ഈ സ്റ്റണ്ട് ചെയ്യുമ്പോൾ ഹെൽമെറ്റ് ഇടണം. അപ്പോൾ അതാണ് മെയിനായിട്ട് വേണ്ടത്, ഹെൽമെറ്റ്, ഗ്ലൗസ്. പിന്നെ നിങ്ങൾക്ക് നീസ് പാഡൊക്കെ ഉണ്ടെങ്കിൽ അതിട്ടോ. ഞാനിപ്പോൾ അത് ഇടുന്നില്ല. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഒന്ന് കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഞാൻ പറയുന്ന കുറച്ച് സ്റ്റെപ്സ് നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയിട്ട് മാത്രം ഇത് ചെയ്യുക. ഫസ്റ്റ് തന്നെ പോയിട്ട് ഞാൻ ചെയ്യുന്ന പോലെ ചെയ്യരുത് ഒരിക്കലും. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ഒരു കാല് ഇങ്ങനെ സ്ട്രെയിറ്റ് വെക്കുക. ഓക്കെ, സ്ട്രെയിറ്റ്, കറക്റ്റ് ഒരു വളവോ ചെരുവോ ഒന്നും പാടില്ല, സ്ട്രെയിറ്റ് വെക്കുക. നമ്മൾ എത്രത്തോളം സ്ട്രെയിറ്റ് വെക്കാൻ പറ്റും അത്രത്തോളം. പിന്നെ നമ്മൾ വണ്ടി കുറച്ച് ഇരിക്കുക, പിന്നെ ആക്സിലേറ്റർ കൊടുക്കുക. കണ്ടു, ഇതാണ് ഡ്രിഫ്റ്റ് എന്ന് പറഞ്ഞ സംഭവം. ഒന്നുകൂടി ഞാൻ കാണിച്ചു തരാം. ഈ മണ്ണ് ഉറച്ച മണ്ണ് എന്ന് വെച്ചാൽ ഇതുണ്ട്, ഇങ്ങനത്തെ മണ്ണാവരുത്, അങ്ങനത്തെ മണ്ണ് ഉണ്ടോ അവിടുത്തെ, അതേപോലെ ആയിരിക്കും. അപ്പോൾ ഒന്നുകൂടി കറക്റ്റായിട്ട് നമുക്ക് ഡ്രിഫ്റ്റ് എന്ന് പറയുന്ന സംഭവം പഠിക്കാൻ പറ്റും. ഇപ്പോൾ ഞാൻ ഈ ഉള്ള മണ്ണുകൊണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ സാധനം ഇപ്പോൾ ഞാനൊന്ന് കൺട്രോൾ വിട്ടിങ്ങനെ പോയി. അപ്പോൾ നമ്മൾ ഈ ഒരു ഹാൻഡിൽ കൊണ്ട് നമ്മൾ കൺട്രോളൊന്ന് കറക്റ്റ് ചെയ്ത് പോകണം. അല്ലേ, ഇതാണ് സംഭവം. ഇനി ഞാൻ എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് കാണിച്ചു തരാം. ഈ ഡ്രിഫ്റ്റ് എന്ന് പറഞ്ഞ സ്റ്റണ്ട് ചെയ്യുമ്പോൾ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാർക്ക് പൊടി അലർജി അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്യരുത്. നല്ല രീതിയിൽ പൊടി പറക്കുന്നതുണ്ടോ ഇപ്പോൾ ഉണ്ടായത്. അപ്പോൾ കാണിച്ചു തരാം. നമ്മുടെ ഹാൻഡിൽ ഫുള്ളായിട്ട് ഓടിക്കണം. ചില ആൾക്കാർ പെട്ടെന്ന് റോളാകുമ്പോൾ ഇങ്ങനെ ആക്കും. അങ്ങനെ ആക്കരുത്, അതാണ് ക്രാഷ് ആവാനുള്ള മെയിൻ റീസൺ. അപ്പോൾ ഇങ്ങനെ വെക്കുക, ഇങ്ങനെ വെച്ചുകൊണ്ട് തന്നെ ഇരിക്കണം. നമ്മൾ എപ്പോഴാണ് ഡ്രിഫ്റ്റ് നിർത്തുന്നത് അപ്പോൾ മാത്രം ഇങ്ങനെ ആക്കുക. അപ്പോൾ ഇങ്ങനെ ഓടിക്കുക എന്നുണ്ട്. ഞാൻ എങ്ങനെ ചെയ്യുന്നത് നേരെ മനസ്സിലാക്കി പോസാക്കി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇങ്ങനെ ആക്കുക, പിന്നെ തിരിക്കുക. കണ്ടോ, തീർന്നു. ഇത്രയേ ഉള്ളൂ സാധനം. ഇതിപ്പോൾ ഈ ഒരു വട്ടം കറക്കാനാണെങ്കിൽ എൻ്റെ മണ്ണിൽ കറക്റ്റാണ്, ഇവിടെ കറക്റ്റാവും. പക്ഷേ ചരൽ മണ്ണിൽ ഒരു വട്ടം കറക്കാം, പക്ഷെ അങ്ങനെ കറങ്ങിക്കൊണ്ടേ ഇരിക്കുന്നതാണ് റിയൽ ഡ്രിഫ്റ്റ്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ച് കെയർഫുൾ ആവുക. അപ്പോൾ ഇത് ഈസിയാണ്. അപ്പോൾ എനിക്ക് കറക്റ്റായിട്ടുള്ളത് റൈറ്റ് സൈഡിലോട്ടാണ്. എന്ന് വെച്ചാൽ ഇത് റൈറ്റ് ലെഗ്, ഇത് ലെഫ്റ്റ് ലെഗ്. അപ്പോൾ ഈ റൈറ്റ് ലെഗിലോട്ടാണ് എനിക്ക് കറക്റ്റായിട്ടുള്ള പോസ്. നിങ്ങൾക്ക് ചിലപ്പോൾ മിക്ക എല്ലാവർക്കും ലെഫ്റ്റ് ആയിരിക്കും, പക്ഷേ എനിക്ക് റൈറ്റാണ്. അപ്പോൾ റൈറ്റുള്ളവർക്ക് റൈറ്റ്, ലെഫ്റ്റുള്ളവർ ലെഫ്റ്റ്. അപ്പോൾ അങ്ങനെ തന്നെ ആദ്യം പഠിച്ച് ശീലിക്കുക. നിങ്ങൾക്ക് എയിമുള്ളത് മാത്രം പഠിക്കുക. ഓക്കെ, ഒന്നുകൂടി മനസ്സിലാക്കാം. ആണോ, ഇത്രയേ ഉള്ളൂ. പക്ഷേ നമ്മുടെ കൈൻ്റെ പൊസിഷൻ ഒന്ന് ഇങ്ങനെ ആക്കണം. ഓക്കെ, ഇങ്ങനെ ആവണം, ഇങ്ങനെ പിടിക്കരുത്, ഇങ്ങനെ ആവണം. ഓക്കെ, അപ്പോൾ ഗൈസ് ഞാൻ ഒരു വട്ടം കൂടി ഇങ്ങനെ കാണിച്ചു തരാം കറക്റ്റായിട്ടുള്ള സ്റ്റാൻഡ്. കാരണം ഈ മണ്ണ് കാരണമാണ്, മഴക്കാലത്തുള്ള മണ്ണാണെങ്കിൽ പിന്നെ നമുക്ക് അങ്ങനെ തന്നെ ഇരുന്ന് കൺട്രോൾ ഹാൻഡിൽ അങ്ങനെ നമുക്ക് ഇങ്ങനെ ജസ്റ്റ് പിടിച്ചു കൊടുത്താൽ മതി. മറ്റേത് ഇങ്ങനെ നമ്മൾ കൺട്രോൾ ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഈ കല്ലെന്നൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പോൾ ഗൈസ് നമുക്ക് ഒന്നും കൂടി നോക്കാം എങ്ങനെയാണിത്. അപ്പോൾ നോക്കാം, ഇങ്ങനെ വെക്കും. കണ്ടോ, ഇതാണ് സംഭവം. കാരണം ഇപ്പോൾ എൻ്റെ ആക്ടിവയ്ക്ക് പവർ ഫിൽറ്റർ വെച്ചുകൊണ്ട് മൈലേജിൻ്റെ ചെറിയ ഷോട്ട് ഉണ്ട്. അപ്പോൾ തന്നെ ഫസ്റ്റ് അങ്ങനെ പെട്ടെന്നുള്ള പുള്ളിങ്ങാട് കമ്മിയാവും. അതുകൊണ്ട് ഡ്രിഫ്റ്റിൽ ഏറ്റവും മെയിനായിട്ടുള്ള സാധനം ഫസ്റ്റ് പുള്ളിങ്. പെട്ടെന്ന് തന്നെ ചാടി കയറുന്ന വണ്ടികൾ ഡ്രിഫ്റ്റിന് പക്കാ പൊളിയായിരിക്കും. കണ്ടില്ലേ, ഇതാണ് സാധനം. പിന്നെ നമ്മൾ സീറ്റിൽ തന്നെ ഇരിക്കാൻ നോക്കുക, തെറിച്ച് കൊണ്ടിരിക്കുക. ഞാൻ അപ്പോൾ കണ്ടില്ലേ, സീറ്റിൽ നിന്ന് ഇവിടെ കാല് കുത്തരുത്. കാരണം ഈ കാല് ജസ്റ്റ് നമ്മുടെ ഈ സപ്പോർട്ടിന് വേണ്ടി മാത്രമാണ്. എന്നിട്ട് കാല് എപ്പോഴും ഇങ്ങനെ തന്നെ ഇരിക്കണം. പിന്നെ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കൺട്രോൾ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ കാല് ഇങ്ങനെ ആയാലും പ്രശ്നമൊന്നുമില്ല. നമ്മൾ ഓക്കെ, ഇത്ര ഉള്ളൂ സാധനം. അപ്പോൾ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ. ഒരു മടിയും തോന്നണ്ട, നമ്മളൊക്കെ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ ഗൈസ് നിങ്ങളെല്ലാവരും മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കണു. മനസ്സിലായെങ്കിൽ കമൻറ്റ് ഇടും, ആവാത്തവർ കമൻറ്റ് ഇടും. നമുക്കെല്ലാതും സെറ്റാക്കാം. ഈ സ്റ്റണ്ടൊക്കെ നമ്മുടെ സബ്സ്ക്രൈബർ പഠിക്കണം എന്ന് തന്നെയാണ് നമ്മുടെ ആഗ്രഹം. പക്ഷേ സേഫ്റ്റിയോടുകൂടെ മാത്രം പഠിക്കുക. ഗ്ലൗസ്, ഹെൽമെറ്റ് ഒക്കെ ഇടുക. അപ്പോൾ നിങ്ങളുടെ സേഫ്റ്റിയാണ് നിങ്ങളാണ് നോക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഇനി വലിയ സ്റ്റണ്ട് ചെയ്യണമെങ്കിൽ ഇതേപോലെ ഈ സേഫ്റ്റി ഗ്യാസൊക്കെ യൂസ് ചെയ്യുക. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്കും കമൻറ്റൊക്കെ ഇടുക. അപ്പോൾ ഇത് പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് കട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബൊക്കെ ചെയ്യണം കേട്ടോ ഗൈസ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. അപ്പോൾ ബൈ.
bye.